വാഴച്ചാലിൽ നേരെ വിട്ടത് ആതിരപ്പള്ളി. രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളായതുകൊണ്ട് അത്ര ദൂരമില്ലല്ലോ. അപ്പം നേരെ നമ്മൾ ആതിരപ്പള്ളിയോടെയും കണ്ടിട്ട് പോവാന്ന് കരുതി. കയറ്റം കയറിയിട്ടും കുന്നിറങ്ങിയിട്ടും അറിയാലോ, ആതിരപ്പള്ളി പോയ ആൾക്കാർക്ക് ഒരു വിധമായി. ഒരു ഊക്കിന് കയറി വന്നെങ്കിലും പിന്നെ ഇറക്കായിട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വ്ളോഗറൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായിരിക്കും. എന്നാലും എനിക്ക് ചെറിയ ചമ്മലൊക്കെ തോന്നിയേ. എന്നാലും നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ഞാൻ DMLTക്ക് പഠിക്കുമ്പോഴാണ് കേട്ടോ ലാസ്റ്റായിട്ട് ആതിരപ്പള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അന്ന് തൃശ്ശൂരുള്ള IMA ബ്ലഡ് ബാങ്കിലോട്ട് വന്നതായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആതിരപ്പള്ളി വിസിറ്റും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഓടിയിട്ടും ചാടിയിട്ടൊക്കെ ഞങ്ങളങ്ങനെ ആതിരപ്പള്ളിയുടെ മറു സൈഡിലായിട്ട് ഇറങ്ങിയത്. എല്ലാ പ്രാവശ്യം റൈറ്റ് സൈഡിൽ കൂടെ അങ്ങനെ താഴേക്ക് പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വഴിയിലോട്ടാട്ടോ പോവാറ്. ഇപ്രാവശ്യം നമ്മൾ നേരെ താഴേക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. നേരെ മുകളിൽ തന്നെ നിന്ന് നമുക്കിങ്ങനെ വെള്ളച്ചാട്ടം കാണാം. അത് മാത്രമല്ല മഴവില്ലും ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ. ആതിരപ്പള്ളി എത്തുമ്പോഴേക്കും നല്ല വെയിലായി. ഞങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി. എല്ലാവരും ആതിരപ്പള്ളിയിൽ നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാണ്. ഇനി നമ്മുടെ ഡ്രീം പ്ലേസ് ആയ സിൽവർ സ്ട്രോങ്. താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. മഴവില്ല് ഇങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോണ കണ്ടില്ലേ, അത് ഞാൻ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.